പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് താമസിച്ചാൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ അത് ശരിയാകുമോ തെറ്റാകുമോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദിയെ നാഴികയ്ക്ക് 40 വട്ടം കുറ്റപ്പെടുത്തുന്നവർ ഒരു ചെറിയ കാര്യം കേട്ടോളൂ. കൊല്ലത്ത് ഒരു മോദി മാജിക് ഉണ്ട്. ഇന്ന് ഏകദേശം 50 വയസ്സ് പ്രായമുള്ളവർ ജനിച്ച കാലത്ത് പണി തുടങ്ങിയ ഒരു റിംഗ് റോഡ് കൊല്ലത്തുണ്ടായിരുന്നു. അത് 2024 പൂർത്തിയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരേണ്ടി വന്നു. ആരെയൊക്കെ ജയിപ്പിച്ചാലും തോൽപ്പിച്ചാലും നരേന്ദ്രമോദി മാജിക്കിന്റെ ഇഫക്റ്റ് അത് കേരള സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുമുണ്ട് എന്നതാണ് വാസ്തവം. കൊല്ലത്ത് കണ്ട കാഴ്ചകൾ നരേന്ദ്രമോദി ഇഫക്റ്റ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ നൽകിയ സംഭാവനകൾ എണ്ണിപ്പറഞ്ഞ ബിജെപി നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ്. നരേന്ദ്രമോദി മാജിക്കാണ് വികസന രംഗത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൊല്ലം നഗരത്തിലെ മാറ്റങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച് ഫട്നാവിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിന് എത്തിയതായിരുന്നു ഫട്നാവിസ്. മോദി യാഥാർത്ഥ്യമാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തന്നെ നോക്കിയാൽ മതി. കൊല്ലത്ത് തന്നെ നോക്കിയാൽ ധാരാളം ഹൈവേകൾ കാണാം. ഇവിടുത്തെ റിംഗ് റോഡ് ഇത് 1972 തുടങ്ങിയതാണ്, പക്ഷെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. കൊല്ലത്തു നിന്നും തമിഴ്നാട്ടിലേക്കുള്ള കണക്ടിവിറ്റി ഉൾപ്പെടെ ഇന്ന് മെച്ചപ്പെട്ടിരിക്കുകയാണ്. മികച്ച ഹൈവേകൾ യാഥാർത്ഥ്യമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നവീകരിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് കണ്ടാൽ വിമാനത്താവളങ്ങൾ പോലെയാണ്. അതിന് കാരണമായി പ്രധാനമന്ത്രി പറഞ്ഞത് സാധാരണക്കാരാണ് അത് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവും യാഥാർത്ഥ്യമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷേ ഇവിടുത്തെ MP അവിടെ ബോർഡ് വച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല എന്നും മോദി ഒരാൾ കാരണമാണ് ആ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഫട്നാവിസ് വിമർശിച്ചു. കൊല്ലം ധാരാളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന നഗരമാണ്. പക്ഷേ LDF UDF സർക്കാരുകളുടെ നയങ്ങളുടെ ഭാഗമായി ഇന്ന് ഫാക്ടറികളെല്ലാം പ്രതിസന്ധിയിലാണ്. ധാരാളം പേർ തൊഴിലില്ലാതെ അലയുകയാണ്. കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയി അധിക വായ്പ വേണം എന്ന് പറഞ്ഞു. കാരണം ഇവിടെ കാര്യങ്ങൾ നടത്താൻ പണമില്ല. പക്ഷേ സുപ്രീം കോടതി അത് പ്രോത്സാഹിപ്പിച്ചില്ല. ഭാരതം വലിയ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളം മാത്രം പിന്നിലായി പോകുന്നത് എന്ന് ഫട്നാവിസ് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമേ ഉള്ളൂ. കേരളത്തിലെ അഴിമതി നിറഞ്ഞ സർക്കാരുകളാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതിവേഗം സഞ്ചരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിൻ നരേന്ദ്രമോദി പുറത്തിറക്കി. യൂറോപ്പിലോ അമേരിക്കയിലോ ഏതൊരു വികസിത മേഖലയിൽ ചെന്നാലും ഇതുപോലുള്ള ട്രെയിൻ കാണാം. ഇന്ന് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ വന്ദേ ഭാരതിലാണ് സഞ്ചരിക്കുന്നത്. അവരുടെ നാട്ടിലെ ട്രെയിനുകളെക്കാൾ മികച്ചത് എന്നാണ് അവർ പറയുന്നത്. മോദി കേരളത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ LDFും UDFും കേരളത്തെ കൊള്ളയടിക്കുകയാണ് എന്നും ഫട്നാവിസ് വിമർശിച്ചു. നരേന്ദ്രമോദി പാവപ്പെട്ടവർക്ക് വായ്പ നൽകാനും വീട് നിർമ്മിക്കാനും അവർക്ക് വെള്ളം എത്തിക്കാനും ധാരാളം പണം ചിലവാക്കുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി. കോവിഡിന് ശേഷം എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ത്യയെ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധി പിടികൂടാതിരുന്നത്. ഇവരെല്ലാം ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു എന്നാണ്. ലോകത്തെ സാമ്പത്തിക വിദഗ്ധർ പോലും അതിശയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. 20 കോടിയിലധികം ജനങ്ങൾക്ക് ചെറ്റക്കുടിലിൽ നിന്ന് നല്ല വീടുകൾ നിർമ്മിച്ചു നൽകി. 50 കോടിയിലധികം ജനങ്ങൾക്ക് അവരുടെ വീടുകളിൽ പൊതു ടാപ്പുകളിലൂടെ വെള്ളം എത്തുന്നുണ്ട്. മുദ്രാ വായ്പ 50 കോടിയിലധികം ആളുകൾക്ക് വിതരണം ചെയ്തു. അതിൽ 31 കോടി വനിതകളാണ്. ഇന്ന് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നു. ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിന്നാൽ ആ കുടുംബം മുഴുവൻ സ്വന്തം കാലിൽ നിൽക്കുകയാണ് എന്നാണ് മോദിയുടെ വാക്കുകൾ. അതാണ് മോദി മാജിക്, ഫട്നാവിസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.